1967-68 കാലത്ത് അദ്ദേഹം കൊച്ചിയിലെ പിന്നെ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിൻ്റെ MD-യും ചെയർമാനുമായിരിക്കുന്ന സമയത്ത് പിന്നെ അദ്ദേഹത്തിന് വളരെ രൂക്ഷമായ ഒരു അഭിപ്രായ വ്യത്യാസം അന്നത്തെ പിന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KR ഗൗരിയായിട്ട് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ സർവീസ് സ്റ്റോറിയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെ ആ ഒരു അഭിപ്രായ ഭിന്നതയെക്കുറിച്ചുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് KR ഗൗരിയുടെ ഭർത്താവ് TV തോമസുമായിട്ടുള്ള മലയാറ്റൂരിൻ്റെ അടുപ്പമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ വളരെയധികം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹോണ്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഹോണ്ടിങ്ങും ഹണ്ടിങ്ങുമാണ്, വേട്ടയാടുകയും ചെയ്തു. അപ്പോൾ പിന്നെ ആ കാലത്ത് അദ്ദേഹം രാജിവെക്കാൻ തിരികുകയും ഇന്നത്തെ ചില IAS ഓഫീസർമാർ കാണിക്കുന്ന മാതിരിയുള്ള കോമാളിത്തരമൊന്നുമല്ല. അദ്ദേഹം തന്നെ മസ്കറ്റ് ഹോട്ടലിൽ വന്ന് ഒരു പത്രസമ്മേളനം വിളിച്ച് അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട്, അദ്ദേഹം നിരപരാധിയാണെന്ന് പറയുന്ന റിപ്പോർട്ട് അദ്ദേഹം ഗവൺമെൻറ് റിലീസ് ചെയ്യാൻ പിന്നെ തയ്യാറാകാത്തതുകൊണ്ട് അദ്ദേഹം തന്നെ റിലീസ് ചെയ്യാൻ തയ്യാറെടുത്തപ്പോൾ അദ്ദേഹത്തെ ശ്രീകണ്ഠൻ നായർ RSP നേതാവ് ശ്രീകണ്ഠൻ നായർ വന്ന് വിലക്കുകയും TV തോമസ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, രാമകൃഷ്ണൻ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് TV അത് റിലീസ് ചെയ്യുകയും ചെയ്തു. ആ ഒരു ഭയങ്കര ആ കാലത്ത് അദ്ദേഹം പേരെടുത്ത് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു അധ്യായം തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവരിൽ ഒരാൾ, ആത്മാർത്ഥമായി അദ്ദേഹത്തെ പിന്തുണച്ച ഒരാൾ കേരള സുരത്തിൻ്റെ പത്രാധിപർ KS ചന്ദ്രനാണെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതല്ല, ആ സമയത്ത് അദ്ദേഹത്തിനോട് ജനറൽ പിക്ചേഴ്സ് B ഭാസ്കരൻ സംവിധാനം ചെയ്യുന്ന അന്വേഷിച്ച് കണ്ടെത്തിയില്ല എന്നുള്ള സിനിമയ്ക്ക് ശേഷം പിന്നെ ജനറൽ പിക്ചേഴ്സ് എടുക്കുന്ന അടുത്ത ചിത്രത്തിന് വേണ്ടിയിട്ട് മലയാറ്റൂരിൻ്റെ കഥ, അപ്പോൾ മലയാറ്റൂരിനോട് പിന്നെ B ഭാസ്കരൻ്റെ ഒരു കഥ പിന്നെ തിരക്കഥ എഴുതണമെന്ന് പറയുന്നു. മലയാറ്റൂർ അങ്ങനെ ഒരു തിരക്കഥ എഴുതുന്ന ഒരു നാട്ടിൻപുറത്തെ ഒരു കൃഷിക്കാരനായ ഒരു വ്യക്തി, എനിക്ക് തോന്നുന്നു രാമക്കുറുപ്പെന്നോ കണ്ടാണ് പേര്, രാവണിക്കുറുപ്പെന്നോ കണ്ടാണ്. ഇദ്ദേഹം ഒരു പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു പാർട്ടിയിൽ ചേരുകയും, ഈ പാർട്ടിക്ക് ഇന്നത്തെ പോലെ CMP KMP എന്നൊന്നും ഇല്ല, തക്കാളി പാർട്ടി എന്നൊക്കെയാണ്. ആ പാർട്ടിയിൽ ചേരുകയും ആ ഇലക്ഷന് മത്സരിച്ച് ജയിക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രിയായിത്തീർന്നിട്ട് അദ്ദേഹം കാണിക്കുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ്. പേരും മുഖ്യമന്ത്രി തന്നെയാണ് തിരക്കഥ. ആ തിരക്കഥ പിന്നെ ഭാസ്കരൻ മാഷിന് ഒരു സംശയം തോന്നി. അദ്ദേഹം ഇത്രയും വർഷക്കാലത്തെ സിനിമയുടെ അനുഭവ സമ്പന്നതയും പരിചയസമ്പന്നതയുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് മലയാറ്റൂരിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം സെൻസർ ബോർഡിൻ്റെ ഒരു പ്രീ സെൻസറിങ്ങിന് ആ തിരക്കഥ സമർപ്പിച്ചു. അവരത് പിന്നെ നിരാകരിച്ചു, തിരക്കഥയ്ക്ക് അപ്രൂവൽ കൊടുത്തില്ല. അങ്ങനെ ആദ്യത്തെ തിരക്കഥ ഏതാണ്ട് അലസിപ്പോയപ്പോൾ ഈ പറഞ്ഞ പോലെ അച്ഛനത് വാങ്ങി കേരള ശബ്ദത്തിൽ അത് സീരിയലൈസ് ചെയ്തു.